എല്ലാവർക്കും ക്രോസ് മീഡിയ അപ്പോളജറ്റിക്സിലേക്ക് സ്വാഗതം. ഈ അടുത്തിടയ്ക്ക് ഒരു സഹോദരൻ പെന്തക്കോസ്ത് സഭ വിട്ടു. പെന്തക്കോസ്തുകാരെല്ലാം തീവ്രവാദികളാണ്, താൻ അനുഭവിച്ച ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹം ഒരു പാസ്റ്റർ മകനാണ്. അങ്ങനെ വളരെ വിമർശനാത്മകമായി പെന്തക്കോസ്ത് സമൂഹത്തെ പരിശോധിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ക്രിസ്ത്യൻ പെന്തക്കോസ്റ്റ് എന്ന് പറയുന്നത് സൈക്കോളജിക്കലി ബ്രില്യൻറ്റ് ടെററിസ്റ്റുകളാണ്. ചില സുഹൃത്തുക്കൾ അദ്ദേഹത്തിന്റെ വേറെ കുറച്ച് വീഡിയോസൊക്കെ അയച്ചു തന്നു. ഇതിന് പലതിനും മറുപടി പറയണം എന്നൊക്കെ പറഞ്ഞു. ഞാനത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, കാലാകാലങ്ങളിലായി പെന്തക്കോസ്ത് സമൂഹത്തിന്റെ ഉള്ളിൽ തന്നെ ഉയരുന്ന വിമർശനങ്ങളാണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ വിഷയത്തിൽ ഇദ്ദേഹവുമായി ഒരു സംവാദത്തിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം അദ്ദേഹം കടന്നുപോയ ചില കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അതിൽ തെറ്റും ശരിയുമുണ്ട്. പെന്തക്കോസ്തുകാർ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യം, ഞാനും പെന്തക്കോസ്തുകാരനാണ്, വിശ്വസിക്കുന്ന ഒരു കാര്യം, 1-ാം നൂറ്റാണ്ടിലെ ക്രൈസ്തവ വിശ്വാസത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വിശ്വാസ ചിന്താധാര അത് പെന്തക്കോസ്തുകാരാണ്. അപ്പോൾ തന്നെ പെന്തക്കോസ്ത് സമൂഹം, ഇന്നത്തെ പെന്തക്കോസ്ത് സമൂഹത്തെ നമ്മൾ എടുക്കുമ്പോൾ അതിന്റെ പ്രായോഗികതയിൽ ഒരുപാട് പരിമിതികൾ വന്നിരിക്കുന്നു. ദൈവശാസ്ത്ര പഠനത്തിന്റെ അഭാവം, അതിന്റെ പ്രായോഗികതയിലുള്ള അഭാവം, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ അതിലുണ്ട്. സ്റ്റിൽ എന്നെപ്പോലുള്ളവർ പെന്തക്കോസ്തുകാരനായി അല്ലെങ്കിൽ പെന്തക്കോസ്ത് വിശ്വാസത്തിൽ തുടരുന്നതിന്റെ ഒരു കാരണം ഞാൻ ആദ്യം പറഞ്ഞതാണ്. 1-ാം നൂറ്റാണ്ടിലെ ക്രൈസ്തവ വിശ്വാസവുമായി തത്വത്തിൽ ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, പെന്തക്കോസ്തുകാർക്കുള്ള ഒരു സ്വാതന്ത്ര്യം എന്താണെന്ന് പറഞ്ഞാൽ, പെന്തക്കോസ്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പെന്തക്കോസ്ത് വിശ്വാസത്തെ, അതിന്റെ പ്രായോഗികതയെ ഒക്കെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം എപ്പോഴും പെന്തക്കോസ്തിന്റെ ഉള്ളിലുണ്ട്. ചിലർ പറയും പുറത്താക്കിയില്ലെന്ന് ചോദിക്കും. IPC നിന്ന് പുറത്താക്കിയാൽ AG യിൽ പോകാം, AG യിൽ നിന്ന് പുറത്താക്കിയാൽ ചർച്ച് ഓഫ് ഗോഡിലും പോകാം. മോറലായിട്ടുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർത്തിയതിന്റെ പേരിലാണെങ്കിൽ സംഘടനകൾ വിട്ടാൽ മറ്റ് സംഘടനകളിലേക്ക് ചേരാം. ഇനി ഒരു സംഘടനയിലും നമ്മളെ കയറ്റിയില്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ചർച്ചകളിൽ പോകാം. അത് പെന്തക്കോസ്തിന്റെ ഒരു പ്രത്യേകതയാണ്. പെന്തക്കോസ്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പെന്തക്കോസ്തിനെ വിമർശിക്കാം.